ഇയാളെ കഴിഞ്ഞ VS അച്യുതാനന്ദന്റെ കാലത്ത് അദ്ദേഹം ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് നിർബന്ധം പിടിച്ചതാണ്. കാരണം ഇയാൾ ഒരു വലിയൊരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ജനാധിപത്യ ധ്വംസന പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാളെ LDFന്റെ സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ VS അച്യുതാനന്ദൻ കർശന നിലപാടെടുക്കുകയും അന്ന് ഇടതു മുന്നണിക്ക് അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ പിണറായി വിജയന്റെ കയ്യിൽ പാർട്ടി എത്തിയതോടുകൂടി, LDF എത്തിയതോടുകൂടി എല്ലാം അറിയുന്നു. ധാർമ്മികത എന്ന് പറയുന്ന സാധനം അവിടെ നഷ്ടമാകുന്നു. ഇടത് ധാർമ്മികത എന്ന് പറയുന്നത് വെറും പേരിന് വേണ്ടി മാത്രം, പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമായി പിണറായി വിജയന്റെ കാലത്ത് ഈ ധാർമ്മികത നഷ്ടമാകുന്നു. ഈ ആന്റണി രാജുവിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു, MLA ആയി ജയിപ്പിച്ചെടുക്കുന്നു, പോരാത്തതിന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനവും കൊടുക്കുന്നു. അത് VS അച്യുതാനന്ദനോടുള്ള ഒരു വെല്ലുവിളി കൂടിയായിരുന്നു പിണറായി വിജയൻ അത് കാണിച്ചത്. എന്തായാലും അത് സംഭവിച്ചു.